നമസ്കാരം. ഇസ്രയേലും അമേരിക്കയും തുടങ്ങിവെച്ച പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് തീരുമെന്നോ എവിടെ വെച്ച് അവസാനിക്കുമെന്നോ ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയിലൂടെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരമോന്നത നേതാവിന്റെ വധവും നിരപരാധികളായ 200ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ണിച്ചോരയില്ലാതെ കൊന്നൊടുക്കിയതും ഇറാനിലെ ഭരണാധികാരികളെ മാത്രമല്ല പൗരന്മാരെയും വല്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇറാൻ സ്വയം പ്രതിരോധത്തിനായി കണ്ണും പൂട്ടി അടിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും തുടങ്ങിവെച്ച പശ്ചിമേഷ്യൻ യുദ്ധം എന്ന് തീരുമെന്നോ എവിടെ വെച്ച് അവസാനിക്കുമെന്നോ ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരമോന്നത നേതാവിന്റെ വധവും നിരപരാധികളായ 200ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ണിൽ ചോരയില്ലാതെ കൊന്നൊടുക്കിയതും ഇറാനിലെ ഭരണാധികാരികളെ മാത്രമല്ല പൗരന്മാരെയും വല്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രതിഫലനമാണിപ്പോൾ ഇറാൻ സ്വയം പ്രതിരോധത്തിനായി കണ്ണും പൂട്ടി അടിക്കുന്നത്. ഇതിന്റെ അവസാനം ഏകദേശം ഒരു കാര്യം ഉറപ്പാണ്. കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് ആകാശത്ത് മാത്രമല്ല, മറിച്ച് വലിയ കണക്ക് പുസ്തകങ്ങളിലും കൂടിയാണ്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനേക്കാൾ വേഗത്തിൽ ചില രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം വെറും ഒരു സൈനിക നീക്കമല്ല, അതൊരു വലിയ സാമ്പത്തിക കെണിയാണ്. ആ കെണിയിൽ വീണത് ഇസ്രായേൽ പ്രധാനമന്ത്രി സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ നോക്കിയാൽ ഇസ്രായേലിന്റെ കണക്ക് പുസ്തകം ഇപ്പോൾ കാലിയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ ജനത തന്നെ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ്. ഇറാന്റെ പക്കലുള്ള ഷാഹേദ് 136 ഡ്രോണുകൾ ഏകദേശം $20,000 മാത്രമാണ് നിർമ്മാണ ചെലവ്. എന്നാൽ ഇതിനെ തകർക്കാൻ ഇസ്രായേലും സഖ്യകക്ഷികളും ഉപയോഗിക്കുന്ന ഒരു പേട്രിയറ്റ് മിസൈലിന്റെ വില $40 ലക്ഷം ആണ്. അതായത് ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ അതിന്റെ വിലയുടെ 200 മടങ്ങ് അധികം പണം ചെലവാക്കേണ്ടി വരുന്നു. ഈ ഒരു വലിയ സാമ്പത്തിക വ്യത്യാസമാണ് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നത്. വെറും ദിവസങ്ങൾക്കുള്ളിൽ 1200-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു നിർത്തുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഓരോ വിജയകരമായ തടയലും പ്രതിരോധിക്കുന്ന രാജ്യത്തിന്റെ ഖജനാവിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. ഇറാൻ അവരുടെ ഏറ്റവും കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലുകൾ ഇനിയും പൂർണ്ണമായി പുറത്തെടുത്തിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പണം മാത്രമല്ല ഇവിടെ പ്രശ്നം. PAC-3 പോലെയുള്ള അത്യാധുനിക മിസൈലുകളുടെ ഉൽപാദനം ലോകത്ത് വളരെ പരിമിതമാണ്. ആക്രമണം നീണ്ടുപോയാൽ മിസൈലുകൾ തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഫാക്ടറികളിൽ നിന്ന് പുതിയ മിസൈലുകൾ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ ഇറാൻ ഡ്രോണുകൾ നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന കാഴ്ചയും ഉണ്ടാകും. അത് കരുതിക്കൂട്ടി തന്നെയാണ് യുദ്ധം എത്രനാൾ നീണ്ടുപോയാലും തങ്ങളെ ബാധിക്കില്ലെന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആര് കൂടുതൽ ശക്തമായി പ്രഹരിക്കുന്നു എന്നതല്ല ഇപ്പോഴത്തെ നിർണായകമായ ചോദ്യം, മറിച്ച് ആർക്ക് കൂടുതൽ കാലം ഈ ചെലവ് താങ്ങാൻ കഴിയും എന്നതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കുന്നത് ആയുധങ്ങൾ തീരുന്നിടത്തല്ല, മറിച്ച് സാമ്പത്തിക ശേഷി അവസാനിക്കുന്നിടത്തായിരിക്കും. ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചതെന്നുമായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. 2025 ജൂണിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ആണവ സൗകര്യങ്ങളെല്ലാം തകർത്തു കളഞ്ഞെന്നും ഇതോടെ ലോകം കൂടുതൽ സുരക്ഷിതമാണെന്നുമായിരുന്നു ഇറാനെതിരായ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇത് തള്ളി അതിന്റെ മേധാവി തന്നെ രംഗത്ത് വന്നത് ട്രംപിന്റെ കള്ളക്കളിയും പൊളിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി തുടരുമെന്നും വേണ്ടിവന്നാൽ കരയുദ്ധം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ മറുഭീഷണി. ട്രംപിന്റെ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് മുതിർന്ന സൈനറ്റർ ബേണി സാൻഡേഴ്സ് രംഗത്തെത്തിയിരുന്നു. വിയറ്റ്നാമിലെയും ഇറാഖിലെയും പോലെ മറ്റൊരു നുണയും അതിന്മേലുള്ള മറ്റൊരു യുദ്ധവുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു.